എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശുഭദിനം നേരുന്നു. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകാൻ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ. നമുക്കിന്ന് 31-ാം ദശകമാണ് നോക്കാനുള്ളത്. മഹാബലി ദർപ്പശമനം. അതിനു 30-ാം ദശകത്തിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ആ യാഗശാലയിലേക്ക് ചെന്ന വടിരൂപിയായ ഭഗവാനെ കണ്ടിട്ട് ഭഗവാന്റെ പാദതീർത്ഥം, ഭഗവാന്റെ പാദം കഴിയിച്ച് ആ തീർത്ഥങ്ങളെ, അതായത് സകല തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കാൻ പ്രാപ്തമായ ആ ജലം തൻ്റെ ശിരസിൽ ധരിക്കുകയാണ് മഹാബലി. അസുരനായിരുന്നിട്ടും ആ മഹാബലി അത്രയ്ക്ക് സുഹൃതിയായതിനുള്ള കാരണമാണ് ആ ദശകത്തിൽ പറഞ്ഞു നിർത്തിയത്. ആ പാദതീർത്ഥം ശ്രീ പരമേശ്വരൻ പോലും ശിരസിലേറ്റി സന്തോഷിക്കുന്നതാണ്. ആ തീർത്ഥത്തെയാണ് അസുരനായിട്ട് പോലും മഹാബലി തൻ്റെ ശിരസിൽ തളിച്ചത്. സർവവ്യാപിയായ ഗുരുപുരാലയ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മേൽപ്പത്തൂർ 30-ാം ദശകം അവസാനിപ്പിച്ചു. മഹാബലി ദർപ്പശമനം എന്ന 31-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം നോക്കാം. മഹാബലിയുടെ ദർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരം ശമിപ്പിക്കുന്നതാണിത്. മഹാബലി അഹങ്കാരിയായിരുന്നു എന്ന് വിവക്ഷ. പ്രീത്യാ ദൈത്യസ്തവതനുമഹ പ്രേക്ഷണാത് സർവഥാപി ത്വാമാരാധ്യൻ അജിതരജയൻ അഞ്ജലിം സഞ്ജഗാദ മത്ത കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. അജിത ദൈത്യഃ തവ തനുമഹ പ്രേക്ഷണാത് പ്രീത്യാ സർവഥാപി ത്വാം ആരാധ്യൻ അഞ്ജലിം രചയൻ സഞ്ജഗാത മത്തഃ തേ സമഭിലഷിതം കിം വിപ്രസൂനോ ത്വം വദ വിത്തം ഭക്തം ഭവനം അവനീം വാ അപി സർവം പ്രദാസ്യേ. ഇവിടെ പ്രീത്യാ ദൈത്യസ്തവ തനുമഹ പ്രേക്ഷണാത് സർവഥാപി, പ്രീത്യ സന്തോഷത്തോടുകൂടി, വളരെയധികം സന്തോഷിച്ചിട്ട്, സർവഥ അപി എല്ലാ പ്രകാരത്തിലും അവിടുത്തെയും സന്തോഷിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഭഗവാന്റെ ശരീരത്തിൻ്റെ തേജസ് കണ്ടിട്ട് അജിതൻ, ആരാലും ജയിക്കപ്പെടാത്തവനാണ്, അജിതനാണ്, അജയ്യനാണ് ഭഗവാൻ. ഭഗവാനെ മഹാബലി അവിടുത്തെ ആ ശരീരത്തിൻ്റെ ആ തേജസ് കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ചു എന്ന് മാത്രമല്ല, സർവഥാ അപി എല്ലാ പ്രകാരത്തിലും അവിടുത്തെയും സന്തോഷിപ്പിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് അഞ്ജലിം രജയൻ സഞ്ജഗാത ത്വാമാരാധ്യൻ അജിതരജയൻ അഞ്ജലിൻ സഞ്ജഗാത. അഞ്ജലി, കൈകൾ രണ്ടും കൂപ്പി തൊഴുത് പിടിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. മത്തത്തെ സമഭിലഷിതം കിം, എന്നിൽ നിന്ന്, മത്ത കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം. മത്തഃ എന്നിൽ നിന്ന്, തേ സമഭിലഷിതം എന്നിൽ നിന്ന് അങ്ങ് എന്താണ് അഭിലഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് പറഞ്ഞാലും. വിപ്രസൂനോ, വിപ്രൻ്റെ പുത്രനാണ് വിപ്രസൂനു. വിപ്രസൂനോ ബ്രാഹ്മണകുമാര, അങ്ങ് സൂനു പുത്രനാണ്. ബ്രാഹ്മണകുമാര, അവിടുന്ന് വധ പറഞ്ഞാലും, അവിടുന്ന് പറഞ്ഞാലും. വിത്തം ഭക്തം, വിത്തം ധനമാണ്, ഭക്തം അന്നമാണ്. അതോ ഇനി ഭവനമാണോ വേണ്ടത്, അതോ എന്നിൽ നീ അവനി ഭൂമിയാണോ വേണ്ടത്? എന്തായാലും അവിടുന്ന് ചോദിച്ചോളൂ, എല്ലാം സർവം പ്രദാസ്യേ, എനിക്കുള്ളതെല്ലാം ഞാൻ നൽകുന്നതാണ്, എന്ത് വേണമെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് ഭഗവാനോട് പറഞ്ഞു. ഇത് ഭാഗവതം 8-ാം സ്കന്ധത്തിലെ 32-ാം ശ്ലോകമാണ്. ശ്ലോകത്തിൽ നിന്നുള്ളതാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗാം കാഞ്ചനം ഗുണവദ്ധാമമൃഷ്ടം തഥാന്നപേയമുതവാ വിപ്രകന്യാം ഗ്രാമാൻ സമൃദ്ധാം സ്തുരകാൻ ഗജാൻ വാരധാംസ്തഥാർഹത്തമ സംപ്രതീച്ഛ. ഇവിടെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിൽ നിന്ന് ഗാം കാഞ്ചനം ഗുണവദ്ധാമമൃഷ്ടം, മൃഷ്ടാന്ന ഭോജനമാണോ വേണ്ടത്? സ്പർശം കൊണ്ട് ഈ ഭൂമി, അവിടുത്തെ സ്പർശം കൊണ്ട് ഈ ഭൂമിയും പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ നിന്ന് അവിടെ നിന്ന് എന്താണോ കാക്ഷിക്കുന്നത് അത് എന്നിൽ നിന്ന് എന്നെ സ്വീകരിച്ചാലും, പശുവാണോ, സ്വർണമാണോ, ഗ്രഹമാണോ, അന്നമാണോ,
കന്യകയോ ഗ്രാമങ്ങളോ കുതിരകളോ ആനകളോ തേർ മുതലായവയോ എന്തായാലും അതിനെ ഞാൻ നൽകുന്നതാണ് എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണ അവിടത്തേക്കായിക്കൊണ്ട് സ്വാഗതം. ഇവിടെ ആദ്യം മുതൽ സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മർഷീണാം തപഃ സാക്ഷാന്മന്യേ ത്വാര്യവബുർധരം അദ്യ ന പിതരസ്തൃപ്ത അദ്യ ന പാവിതം കുലം അദ്യ സൃഷ്ടക്രതുരയം യദ്ഭാവാനഗതോ ഗൃഹാൻ അദ്യാഗ്നയോ മേ സുഹൃത യഥാവിധി ദ്വിജാത്മജ ത്വച്ചരണാവനേ ജനൈഃ ഹതാം ഹസോ വാർഭിരിയം ച ഭൂരഹോ തഥാ പുനീത തനുഭിഃ പദൈസ്തവ യത് വടോ വാഞ്ചസി തത് പ്രതീച്ഛ മേ ത്വാമർദ്ധിനം വിപ്രസുതാനുതർക്കയേ ഗാം കാഞ്ചനം ഗുണവദ്ധാമമൃഷ്ടം തഥാന്നപേയമുത വാ വിപ്രകന്യാം ഗ്രാമാൻ സമൃദ്ധാം സ്തുരകാൻ ഗജാൻ വാ രഥാംസ്തഥാർഹത്തമസംബ്രതീച്ഛ. ഇത്രയുമാണ് 29, 30, 31, 32 ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ആ 32-ാം ശ്ലോകം ഗാം കാഞ്ചനം എന്ന് തുടങ്ങുന്ന 4 വരിയാണ് നമ്മളുടെ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ആ ദിവസത്തിൻ്റെ പ്രസിദ്ധീകരണമായ വനമാല വ്യാഖ്യാനമാണ് നോക്കുന്നത്. അതിൽ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ച് അത് മുമ്പിൽ വെച്ച് വായിക്കാം. ഇപ്പോഴും ഞാൻ അതിൻ്റെ ലിറിക്സും കൂടെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമൊന്നും ഫോണിൽ ആണ് ഞാനെല്ലാം ചെയ്യുന്നത്. എൻ്റെ ഒരു സാംസങ് പഴയ ഫോണാണ്, 4 വർഷമായത്. അപ്പോൾ ആ ഫോണിൽ പറ്റുന്നത് പോലെയൊക്കെ ചെയ്തു. പിന്നെ ടെക്നിക്കലി മോസ്റ്റ് അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചൊക്കെ പഠിച്ച് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലരെന്നോട് പറഞ്ഞിരുന്നു അതിൻ്റെ ലിറിക്സും കൂടെ എഴുതി കാണിക്കാൻ. ഇപ്പം നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലിറിക്സൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കി വായിക്കേണ്ടവർക്ക് വായിക്കാം, അതല്ല ബുക്സ് വാങ്ങിച്ച് വെച്ച് വായിക്കുന്നവർക്കും വായിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്കിനി 2-ാമത്തെ ശ്ലോകം നോക്കാം. അതിനു മുമ്പ് 1-ാമത്തെ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാം. പ്രീത്യാ ദൈത്യസ്തവതനുമഹ പ്രേക്ഷണാത് സർവഥാപി ത്വാമാരാധ്യൻ അജിതരജയൻ അഞ്ജലിം സഞ്ജഗാത മത്ത കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനിം വാപി സർവം പ്രദാസ്യേ. ഇനി നമുക്ക് 2-ാമത്തെ ശ്ലോകം നോക്കാം. താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപ്യസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധത്വം സർവം ദേഹീതി തു നദിഗതിതേ കസ്യ ഹാസ്യം ന വാ സ്യാത്. അക്ഷീണാം താം ബലിഗിരം ഉപാകർണ്യ ത്വം കാരുണ്യപൂർണഃ അപി അസ്യ ഉത്സേകം ശമയിതുമനാഃ ദൈത്യവംശം പ്രശംസൻ പാദത്രയപരിമിതാം ഭൂമിം പ്രാർത്ഥയാമാസിധ സർവം ദേഹി ഇതി നിഗദിതേ തു കസ്യ വാ ഹാസ്യം ന സ്യാത്. താം അക്ഷീണ. ഇവിടെ തൻ്റെ ആ സർവേശ്വരത്വം, അതായത് അധീശത്വം വെളിവാക്കുന്ന മഹാബലിയുടെ ആ വാക്ക്, അവിടെ മഹാബലിയുടെ അഹങ്കാരത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും ചോദിച്ചോന്നല്ലേ പറഞ്ഞത്. സർവം പ്രദാസ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിലല്ലേ. തം ഭക്തം ഭവനമവനിം വാപി സർവം പ്രദാസ്യേ. എന്ത് ചോദിച്ചാലും ഞാൻ നൽകുന്നതാണ്, എന്നോട് ചോദിച്ചാൽ മാത്രം മതിയെന്ന് ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, താം അക്ഷീണാം ബലിഗിരം ഉപാകർണ്യ. ബലിയുടെ വാക്ക്, ഗിരം വാക്ക്, ഉപാകർണ്യ കേട്ടിട്ട് കാരുണ്യപൂർണം അപി അസ്യ ഉത്സേകം. എന്നിട്ടോ കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും ഭഗവാൻ എന്ത് ചെയ്തു? ഈ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കണമെന്ന് കരുതി. അസ്യ ഉത്സേകം ശമയിതു മനാഹ. അവൻ്റെ അഹങ്കാരം ശമിപ്പിക്കണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ദൈത്യവംശം പ്രശംസൻ എന്ത് ചെയ്തു? ദൈത്യവംശത്തെ മൊത്തം പ്രശംസിച്ചു. ആരെയൊക്കെയാണ്? അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയും മുതുമുത്തച്ഛനെയും വരെ പ്രശംസിച്ചു. നമുക്കറിയാം, മഹാബലിയുടെ അച്ഛൻ വിരോചനനാണ്, മുത്തച്ഛൻ പ്രഹ്ലാദനാണ്, ആ പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപുവാണ് എന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഹിരണ്യകശിപുവിൻ്റെ സഹോദരനാണ് ഹിരണ്യാക്ഷൻ. ഇതൊക്കെ നമുക്കറിയാം അല്ലേ.
അപ്പോൾ ഇവരെ എല്ലാം പ്രശംസിച്ചു. അപ്യോത്സേകം ശമയിതുമന ദൈത്യവംശം പ്രശംസൻ. നന്നായിട്ട് അങ്ങ് പ്രശംസിച്ചു, മഹാബലി അങ്ങ് സൂചിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ മഹാബലിക്ക് വളരെ സന്തോഷമായി കാണും അല്ലേ. ഇനിയോ, ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധത്വം. ഭൂമിം പാദത്രയം, 3 പാദം നമുക്കറിയാം, പാദം കാലാണ്. ആ കാൽപാദം കൊണ്ട് അളന്നെടുക്കാൻ പാകത്തിന് പരിമിതമായിട്ടേ ഉള്ളൂ. എനിക്ക് 3 അടി ഭൂമി മതിയെന്ന്. ഈ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ, അതുകൊണ്ട് എളുപ്പമുണ്ട്. എനിക്ക് 3 അടി, ഒരുപാടൊന്നും വേണ്ട, എല്ലാം തരാമെന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും വേണ്ട, എനിക്ക് വെറും 3 അടി മണ്ണ് മതി. ചവിട്ടി നിൽക്കുന്നത് 2 അടിയിലാണ്, പക്ഷേ എനിക്ക് 1 അടിയും കൂടെ കൂടുതൽ വേണം. അതുകൊണ്ട് 3 അടി ഭൂമി തന്നാൽ മതി. ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധ ത്വം. ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവശ്യപ്പെട്ടു എന്നേ ഉള്ളൂ. സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം ന വാസ്യാത്. ദേഹി എന്ന് പറഞ്ഞാൽ എല്ലാം തരൂ. ഇതി നിഗദിതേ, ഇങ്ങനെ പറഞ്ഞാൽ കസ്യ വാ ഹാസ്യം ന സ്യാത്, ആർക്കാണ് ഇത് പരിഹാസമായിട്ട് തോന്നാതിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ. തരാമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വേണമെന്ന് പറഞ്ഞു വേണ്ടെന്നേ നമ്മൾ പറയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളോട് നിർബന്ധിക്കും, ഇത് എടുക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. ഇവിടെ ഭഗവാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എല്ലാം വേണം എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ പരിഹാസമായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടെ. എങ്ങനെ പരിഹാസ്യമായി തോന്നാതിരിക്കുക എന്ന് പറഞ്ഞാൽ പരിഹാസമായിട്ട് തോന്നും. അതുകൊണ്ട് ചോദിച്ചത് 3 അടി ഭൂമി മാത്രമാണ്, എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും. അക്ഷീണാം ത്വാം, ആ സർവേശ്വരത്വം വെളിവാക്കുന്ന ആ മഹാബലിയുടെ വാക്ക് കേട്ടപ്പോഴാണ് ഇതെല്ലാം പറഞ്ഞത്. അവിടെ അഹങ്കാരം മുന്നിൽ നിൽക്കുകയാണ് വാക്കുകളിൽ. അതുകൊണ്ടാണ് ആ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ചോദിച്ചത്. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. നമുക്കൊന്നുകൂടെ ശ്ലോകം നോക്കാം. താമക്ഷീണം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപ്യസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം ന വാസ്യാത്. ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ, വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വാം സദൃപ്യൻ യസ്മാദ് ദർപ്പാദ് ത്രിപദപരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദ് അതദർഹോപി ഗാഠോപശാദ്യേ. വിശ്വേശം മാം ഇഹ കിം ത്രിപദം യാജസേ ത്വം ബാലിശഃ സർവാം ഭൂമിം വൃണു അമുനാ കിം ഇതി സഹ ത്വാം ദൃപ്യൻ ആലപത് യസ്മാത് ദർപ്പാത് അസൗ ത്രിപദ പരിപൂർത്യക്ഷമഃ ക്ഷേപവാദാൻ ബന്ധം ച അതദർഹഃ അപി ഗാഠോപശാന്ത്യൈ അഗമത്. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം. വിശ്വേശം, ലോകങ്ങളുടെ എല്ലാം നാഥനായ എന്നോട് ഇവിടെ എന്താണ് 3 അടി ആവശ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. ത്രിപദം യാചസേ, ത്രിപദം 3 പദം 3 അടി. യാചസേ, എന്തുകൊണ്ട് യാചിക്കുന്നു? ത്വം യാചസേ, വിശ്വേശ്വരനായ ഞാൻ, ഭഗവാൻ മഹാവിഷ്ണു മുമ്പിൽ നിൽക്കുകയാണ്, വിശ്വേശ്വരനായ ഭഗവാൻ. പക്ഷേ ഇവിടെ മഹാബലിയുടെ ഭാവം എന്താണ്? ഞാൻ വിശ്വേശ്വരനാണ് എന്നാണ് ഭാവം. അതുകൊണ്ട് മഹാബലി ചോദിച്ചു, വിശ്വേശ്വരനായ എന്നോട് കേവലം ഈ 3 അടി മാത്രം ആവശ്യപ്പെടുന്നത് എന്താണ്? ത്വം ബാലിശഃ, ബാലിശമാണ് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ബുദ്ധിയില്ലാത്ത ചോദ്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് ബുദ്ധിയില്ലാത്തവനാണ്. ഇവിടെ ബാലിശം എന്ന് പറഞ്ഞാൽ ചൈൽഡിഷ്, ശിശു സഹജം എന്നാണ് വാക്കിനർത്ഥം. പക്ഷേ ഇവിടെ തീരെ ബുദ്ധിയില്ലാത്ത എന്നാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോലെ ബുദ്ധിയില്ലാത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവാം ഭൂമിം വൃണു അമുന കിം, ഈ ഭൂമി മുഴുവനും അളന്നെടുത്തുള്ളൂ, ആവശ്യപ്പെട്ടുള്ളൂ.
ഈ 3 അടി കൊണ്ട് എന്താവാനാണ്? അതുകൊണ്ട് മാത്രം അമുനാ കിം ഭൂമിം വൃണു, ആവശ്യപ്പെട്ടുകൊള്ളൂ, 3 അടി കൊണ്ട് എന്താവാനാണ് എന്ന് ചോദിച്ചു. ഇതി സഹ ത്വാം ദൃപ്യൻ ആലപത്ത്. ഇങ്ങനെയെല്ലാം ത്വാം ദൃപ്യൻ ആലപത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം അഹങ്കാരത്തോടു കൂടി അങ്ങയോട് മഹാബലി സംസാരിച്ചു. യസ്മാത് ദർപ്പാത്, ആ അഹങ്കാരം കൊണ്ട്, അസൗ ത്രിപദപരിപൂർത്യക്ഷമഃ, മഹാബലി 3 അടി തികയ്ക്കാനാവാതെ അക്ഷമഃ ക്ഷേപവാദാൻ ബന്ധം ച, 2 അടിയേ ഉള്ളൂ. നമുക്കറിയാം 3 ലോകങ്ങളെയും 2 അടി കൊണ്ട് അളന്നു തീർത്തു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല. ഉടനെ എന്തു ചെയ്തു? ആ അഹങ്കാരം നിമിത്തം മഹാബലി 3 അടി മണ്ണും തികച്ചും കൊടുക്കാനാകാതെ അധിക്ഷേപ വാക്കുകൾ കേൾക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടോ ബന്ധിച്ചു ഇല്ലേ? അത് അർഹിക്കുന്നവനായിരുന്നോ മഹാബലി? അല്ല. അങ്ങനെ ഈ അധിക്ഷേപ വാക്കുകളും ബന്ധനമൊന്നും അർഹിക്കുന്നവനല്ലെങ്കിലും തികച്ചും ആ മഹാബലിയുടെ ദർപ്പം ശമിച്ച്, അഹങ്കാരം ശമിച്ച് അച്ചടക്കമുണ്ടാവാൻ വേണ്ടി ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അതദർഹഃ അപി ഗാഠോപശാന്തിയെ അഗമത്, ആ അധിക്ഷേപവാക്കുകളും ബന്ധനവുമെല്ലാം പാവം മഹാബലിക്ക് അനുഭവിക്കേണ്ടി വന്നു. യസ്മാത് ദർപ്പാത് അസൗ, അങ്ങനെ ആ ദർപ്പം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യസ്മാത് ദർപ്പാത് ത്രിപദ പരിപൂർത്തി അക്ഷമക്ഷേപവാദാൻ, അക്ഷമക്ഷേപവാദാൻ, അധിക്ഷേപ വാക്കുകളെയാണ് ക്ഷേപവാദാൻ എന്ന് പറഞ്ഞത്. അത് അർഹിക്കുന്നില്ല ഒരിക്കലും മഹാബലി. മഹാബലി വളരെ നല്ല രാജാവായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു അല്ലേ, നീതിജ്ഞനായിരുന്നു. ബന്ധം ച, അതുകൂടാതെ അധിക്ഷേപ വാക്കുകൾ മാത്രമല്ല ബന്ധനവും അനുഭവിക്കേണ്ടി വന്നു. അതദർഹഃ അപി, അത് അർഹിക്കുന്നുണ്ടായിരുന്നില്ല മഹാബലി. എന്നിട്ടും ഗാഠോപശാന്തിയെ, ആ ദർപ്പം ശമിച്ച അടക്കമുണ്ടാകാൻ വേണ്ടി, അച്ചടക്കമുണ്ടാകാൻ വേണ്ടി, ആ ദർപ്പം ശമിക്കാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. വിശ്വേഷം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം, സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വാം സദൃപ്യൻ, യസ്മാത് ദർപ്പാത് ത്രിപദ പരിപൂർത്യക്ഷമക്ഷേപവാദാൻ, ബന്ധം ചാസാവഗമ അതദർഹോപി ഗാഠോപശാന്ത്യേ. നമുക്ക് ഈ ശ്ലോകം കൊണ്ട് ഈ വീഡിയോ നിർത്താം. അടുത്ത ശ്ലോകം, 4-ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.